ഓരോ ദിവസവും എന്തൊക്കെ കോപ്രായങ്ങൾ കാണണം അല്ലേ? സോഷ്യൽ മീഡിയ തുറന്ന ഇതുപോലുള്ള ഓരോ കോപ്രായങ്ങൾ മാത്രമുള്ളൂ. ഇപ്പോൾ നല്ലതൊന്നും തന്നെ കാണാനില്ല. നിനക്ക് എന്താ പറയുക? ഓരോ പേക്കൂത്ത് നല്ലാണ്ട് ഇവരെയൊക്കെ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റൂ? 2 നാടകങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. എന്നാലല്ലേ ഡയറക്റ്റ് ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ കളികളാണ് ഇതെല്ലാം. ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ബിഗ് ബോസിൻ്റെ പട്ടികയിൽ കയറാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ 2 നാടകം നടക്കുന്നുണ്ടെന്ന്. അതിലൊന്നാണ് ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ. ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞതേ ഉള്ളൂ. അത് അത്യാവശ്യം ഫേമസ് ആയതോടുകൂടി രണ്ടാമത്തെ ഇതാ വന്നിരിക്കുകയാണ്. സിമിലർ ആള് തന്നെയാണ് ഷാരിക. അത് പോട്ടെ, ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ലിപ് ലോക്ക് നാടകമാണ്. ലിപ് ലോക്കിൻ്റെ പേരിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളും ഡയറക്ടേഴ്സും അതിൻ്റെ അണിയറ പ്രവർത്തകരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് അടി ഉണ്ടാക്കുകയാണ്. അതിൽ അഭിനയിക്കുന്ന മെയിൻ നടനോ അലൻ ജോസ് പെരേര. കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി വൈറലായ ഒരു വ്യക്തിയെ നമുക്ക് വേറെ കാണാൻ പോലും കിട്ടില്ല. ഇവരെയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നവർ വേണം ആദ്യം പറയാൻ. അലൻ ജോസ് പെരേര നായകനും രേണു സുധി നായികയുമായ ഷോർട്ട് ഫിലിം. അതിൽ അലൻ ജോസിനെ ലിപ് ലോക്ക് വെക്കാൻ രേണു സുധിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ലെന്ന് പറഞ്ഞു. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ടർ പറയുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാത്തയായിരുന്നു. എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാവരും തമ്മിൽ വഴക്കായി. ആ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അല്ല ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് നീ പറഞ്ഞില്ലയോ? ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? അലൻ ജോസിന്റെ കാര്യമാണെങ്കിലോ എന്ത് കഴിവാണുള്ളത്? ചുമ്മാ അവിടെ ഇവിടെയും കയറി നടന്ന് ബാക്കിയുള്ളവരെ മെക്കിട്ടും കയറി നടക്കുന്ന അവനെയാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചത്. മിക്കവാറും സ്ക്രിപ്റ്റഡ് ആയിരിക്കും, അല്ലാണ്ട് ക്യാമറേന്റെ മുമ്പിൽ കിടന്ന് വഴക്കുണ്ടാക്കില്ലല്ലോ. ഈ ലിപ് ലോക്കിന്റെ പേരിൽ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് കണ്ട ശരിക്കും ചിരി വരും. നമുക്കതൊന്ന് കാണാം. താല്പര്യമില്ല. പിന്നെ അങ്ങനെ ലിപ് ലോക്ക് അല്ല, അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി ചെയ്യില്ല. ലിപ് ലോക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഉമ്മ, അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ ഒരു പാട്ടിനകത്ത്, അത് ഏത് പാട്ടാണ്? തീവണ്ടിയിലുണ്ട്. ലിപ് ലോക്ക് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മി മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ അങ്ങ് ഇരിക്കാമോ? അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. പോട്ടെ, നിങ്ങൾ മോഡലിങ്ങിൽ അഭിനയിച്ചോ, ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചോ, ആൽബത്തിൽ അഭിനയിച്ചോ, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ എന്താണ് കോപ്രായം എന്നല്ലാണ്ട്? നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ലിപ് ലോക്കിന്റെ പേരിൽ ഇതുപോലെ അടി ഉണ്ടാക്കുന്നത്? ഇത് കണ്ടാൽ തന്നെ അറിയാം സ്ക്രിപ്റ്റഡ് ആണ്. ഇവർക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി, അല്ലാണ്ട് എന്താ? പിന്നെ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. വീണ്ടും ഇതാ അടുത്തത്. എന്തായാലും നമുക്ക് ആ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊറ്റ എഴുതുന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ശാരിക, നിങ്ങൾ എന്ത് പറഞ്ഞാലും സത്യം സത്യമല്ലാതാവുന്നില്ല. രേണു സുധിയുടെ സത്യം മുകളിലിരിക്കുന്ന ആൾക്കറിയാം. അഭിനയിക്കും ഞാൻ ആൽബത്തിലോ അതിലൊക്കെ അഭിനയിക്കും സിനിമ. എന്നിട്ട് ഇവിടെ എന്തിനാണ് ഞാൻ അഭിനയിക്കുന്ന ശാരിക? നിങ്ങൾ കൊല്ലം സുധിയുടെ ഭാര്യയാണ്. കൊല്ലം സുധിയുടെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും. അപ്പൊ കൊല്ലം സുധിക്ക് തന്ന വീട് നിങ്ങളുടെ വീടല്ലേ? ഞാൻ അവിടെ താമസിക്കുന്നതിനാണ് താമസം. ഇവിടെ ഇറക്കി വിട്. ഇവിടെ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്? ഇവിടെ ലാസ്റ്റ് അടിച്ച അതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇവിടെ കൊല്ലം സുധിയുടെ ഭാര്യയാണോ? അല്ലേ? ആണല്ലോ. അപ്പൊ പിന്നെ കൊല്ലം സുധിയുടെ പേരിൽ തരുന്ന വീടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടല്ലേ?
രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാൾ വീട് തരണമെങ്കിൽ കൊല്ലം സുധിക്ക് കൊടുത്ത വീടല്ലേ? കൊല്ലം സുധിയുടെ ഭാര്യ ഇരിക്കുന്നുണ്ടല്ലേ? രേണുസുതിക്ക് എവിടെ വീട് തന്നു? കൊല്ലം സുധിക്ക് കൊടുത്ത വീടാണോ? കൊല്ലസുതിക്ക് അല്ല കൊടുത്ത മക്കൾക്കല്ലേ. എന്തൊരു അഭിനയം! അവതാരിക്ക് എന്തായാലും അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് തികച്ചും സ്ക്രിപ്റ്റഡ് ആണ്. വളരെ പ്രിപ്പയർ ആയി വന്നിട്ട് നമ്മളെയൊക്കെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായം. അതല്ലാണ്ട് എന്താ? ആദ്യം ചെയ്ത ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ഇവർക്ക് 1 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവർ ലക്ഷ്യം. അടുത്തതും ചെയ്താൽ അങ്ങനെ പബ്ലിസിറ്റി കിട്ടുമല്ലോ. അതാണ് ഇവരെ മെയിൻ ലക്ഷ്യം. എന്തായാലും കൊള്ളാം.